ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അക്രമത്തെ അപലപിച്ച് RSS ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്നത് മനുഷ്യത്വരഹിതാതിക്രമങ്ങൾ. അക്രമങ്ങൾ തടയുന്നതിൽ ബംഗ്ലാദേശ് സർക്കാർ പരാജയപ്പെട്ടു. ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിനെ ഉടൻ മോചിപ്പിക്കണമെന്നും RSS ആവശ്യപ്പെട്ടു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, വിവരങ്ങൾ എന്താണ്? വീണ, ബംഗ്ലാദേശിൽ ഹൈന്ദവ സമൂഹത്തിനും അതോടൊപ്പം തന്നെ ക്രൈസ്തവരടങ്ങുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇസ്ലാമിസ്റ്റുകളുടെ അക്രമം തുടരുന്ന പശ്ചാത്തലത്തിലാണ് RSS നിലപാട് വ്യക്തമാക്കുന്നത്. RSS സർക്കാർ ദത്താത്രേയ ഹൊസബളെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇത്തരത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തിന് ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹവും മറ്റ് മതന്യൂനപക്ഷങ്ങളും ഇരകളാകുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംഭവം അപലപനീയമാണ്. ബംഗ്ലാദേശിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരുകൾക്ക് ഇതിനെ അടിച്ചമർത്താൻ കഴിയുന്നില്ല എന്ന വിമർശനവും RSS സർക്കാരിവാഹിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. മാത്രമല്ല, അടുത്തിടെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ അറസ്റ്റ് ചെയ്ത ഇസ്കോണിന്റെ പ്രമുഖ സന്യാസി ആചാര്യ കൃഷ്ണദാസിനെ ഉടൻ വിട്ടയക്കണം എന്ന ആവശ്യവും RSS മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ തടയാൻ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ സാധിക്കുക അത് ചെയ്യണം എന്ന ഒരു നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന് മുമ്പാകെ RSS ഈ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. വീണ, ശരി ഗൗതം.